CPI 25 പാർട്ടി കോൺഗ്രസ് കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ ബിനോയ് വിശ്വം നമ്മൾ കൈരളിക്കൊപ്പം ചേരുന്നുണ്ട്. ഒരു പാർട്ടി കോൺഗ്രസ് കഴിയുമ്പോൾ ഇതുവരെ ദേശീയ സെക്രട്ടേറിയറ്റ് അംഗമായിരുന്നു. ആ ഒരു സ്ഥാനം ഒഴിഞ്ഞ് വീണ്ടും കേരളത്തിലേക്ക് കൂടുതൽ ഒരു ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനാണ്. ദേശീയ സെക്രട്ടേറിയറ്റ് അംഗം എന്ന് പറയുന്നത് ഒരു ഡൽഹി ബേസ്ഡായിട്ട് പ്രവർത്തിക്കുന്ന ചുമതലയാണത്. കേരള സ്റ്റേറ്റ് സെക്രട്ടറി ആകുമ്പോഴേക്കും പ്രവർത്തന കേന്ദ്രം സ്വാഭാവികമായിട്ട് കേരളമായിരിക്കണം. അതുകൊണ്ട് തന്നെ ഞാൻ തന്നെ പാർട്ടി പറയുകയായിരുന്നു, എനിക്ക് പ്രവർത്തിക്കലോടെ ഏറെയുണ്ട്, അവിടുത്തെ രാഷ്ട്രീയ പ്രാധാന്യം നമുക്കെല്ലാം ബോധ്യമാണ്. അതുകൊണ്ട് തന്നെ അവിടെ എൻ്റെ പ്രവർത്തനങ്ങൾ കേന്ദ്രീകരിക്കാൻ വേണ്ടി ഞാൻ ഒഴിയുന്നതെന്ന് ഞാൻ പറഞ്ഞതാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് സ്ഥാനങ്ങൾ ഇങ്ങനെ കയ്യെത്തിപ്പിടിക്കലല്ല, സ്ഥാനങ്ങൾ ചുമതലയാണ്, പദവിയല്ല, പത്രാസല്ല, ചുമതലയാണ്. ആ ചുമതല ഞാൻ നിറവേറ്റേണ്ടത് ഇപ്പോൾ കേരളത്തിലെ സെക്രട്ടറി ആയിട്ടാണ്. അത് ഞാൻ ചെയ്യണമെങ്കിൽ ഈ സ്ഥാനം ഒഴിയണം, ഒഴിഞ്ഞതാണ്. എന്തായാലും കേരളത്തിൽ ഇനി തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്നു, നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു. ഇനി ഏകദേശം 6 മാസത്തിന് ഇടയ്ക്കാണ് ഒരു 2 തെരഞ്ഞെടുപ്പുകൾ ഇത്തരത്തിൽ വരുന്നത്. അപ്പോൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഏത് തലത്തിലായിരിക്കും ഒരു പ്രവർത്തനം? അതിൻ്റെ പ്രാധാന്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അറിയാം. പഞ്ചായത്ത് ഇലക്ഷൻ, അസംബ്ലി ഇലക്ഷനൊക്കെ വരാനിരിക്കെ എല്ലാ ശേഷിയും സമാഹരിച്ചുകൊണ്ട് അവിടെ നിൽക്കണം, പ്രവർത്തിക്കണം, പോരാടണം, ജയിക്കണം. ഈ പഞ്ചായത്ത് ഇലക്ഷൻ എന്ന് പറയുന്നത് പഞ്ചായത്ത് മാത്രമല്ല, പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ ഇലക്ഷൻ, ത്രിതല ഇലക്ഷൻ, ആ ഇലക്ഷൻ വരാനിരിക്കുന്ന വലിയ രാഷ്ട്രീയ പോരാട്ടങ്ങളുടെ മുന്നോടിയാണ്. അസംബ്ലിയിലേക്കുള്ള മത്സരം എന്ന് പറഞ്ഞാൽ LDFൻ്റെ 3ാം ഊഴം ഉറപ്പാക്കാൻ വേണ്ടിയുള്ള മഹത്തായ പോരാട്ടമാണ്. ആ മൂന്നാം ഊഴം കിട്ടും, 3ാം ഊഴം ഉണ്ടാക്കണം, ഉറപ്പുവരുത്തണം. ആ പ്രവർത്തനങ്ങളിലൊക്കെ പാർട്ടിയെ LDFനെ എല്ലാം സജ്ജമാക്കി അണിചേർക്കേണ്ട കാര്യത്തിൽ ഒരു പങ്കുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക്. ആ പങ്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഫലപ്രദമായി വഹിക്കും. എന്തായാലും കേരളത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്ന് തന്നെയാണ് ബിനോയ് വിശ്വം നമ്മളോട് പറയുന്നത്. സമ്മേളന നഗരിയിൽ നിന്നും ക്യാമറാമാൻ കിരൺ രാജിനൊപ്പം വിഷ്ണു തലവൂർ.